ഹ്യൂമനൈസേഷൻ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനും നീചനുമായ ഒരു ഭരണാധികാരിയുടെ പബ്ലിക് ഇമേജിൽ മാറ്റം വരുത്താൻ കേവലം കുറച്ച് ഫോട്ടോകൾ കൊണ്ട് മാത്രം സാധിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേരത് വിശ്വസിക്കും? അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും ആ ഫോട്ടോകളും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട് എന്നുകൂടെ ഞാൻ പറഞ്ഞാലോ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഭരണാധികാരിയെ അയാൾ പ്രധാനമായും പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്നും അടർത്തിയെടുത്ത് പകരം ഒരു പേഴ്സണൽ സ്പേസിലാക്കി അവതരിപ്പിച്ചാൽ എങ്ങനെയിരിക്കും? ദ ഹിറ്റ്ലർ നോബഡി നോസ് എന്ന ഫോട്ടോ ആൽബത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 1932 വരെ പൊതുസമൂഹത്തിന് മുന്നിൽ ഹിറ്റ്ലർക്കുണ്ടായിരുന്ന പബ്ലിക് ഇമേജ് മാറ്റിയെടുക്കാൻ ഹിറ്റ്ലറുടെ വിശ്വസ്തനും ഫോട്ടോഗ്രാഫറുമായ ഹെൻറിച്ച് ഹോഫ്മാൻ ആണ് ഈ പ്രൊപ്പഗാൻഡ ഫോട്ടോ ആൽബം പുറത്തിറക്കുന്നത്. അക്കാലം വരെ ജർമ്മനിയിലെ ജനങ്ങൾ കണ്ടുപരിചയിച്ച രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇടപെടുന്ന ഹിറ്റ്ലറിന്റെ ചിത്രങ്ങളായിരുന്നില്ല ആ ഫോട്ടോ ആൽബത്തിൽ ഉണ്ടായിരുന്നത്. പകരം സ്വന്തം വീട്ടിൽ മക്കളോടൊപ്പം സമയം ചെലവിടുന്ന ഹിറ്റ്ലർ, തൻ്റെ അരുമയായ നായയോടൊപ്പം ഇരിക്കുന്ന ഹിറ്റ്ലർ, വീട്ടിലെ ലൈബ്രറിയിൽ ഇരുന്ന് പത്രം വായിക്കുന്ന ഹിറ്റ്ലർ, അങ്ങനെയുള്ള 100ഓളം ഫോട്ടോസ് ആയിരുന്നു ഈ ഫോട്ടോ ആൽബത്തിൽ ഉണ്ടായിരുന്നത്. സമൂഹം അതുവരെ പെർസീവ് ചെയ്തു വെച്ച ഹിറ്റ്ലറിന്റെ പ്രതിച്ഛായയിൽ വലിയൊരളവിൽ മാറ്റം വരുത്താൻ ആ ഫോട്ടോ ആൽബം കൊണ്ട് സാധിച്ചു എന്നതാണ് ചരിത്രം. ഈ ഫോട്ടോ ആൽബവും ശ്രീ ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നല്ലേ? അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. എന്നാൽ അതിലേക്ക് വരും മുൻപ് ഈ വീട്ടിനുള്ളിലെ ഹിറ്റ്ലർ എന്ന പ്രതിച്ഛായ ഹിറ്റ്ലറിന്റെ യഥാർത്ഥ ഇമേജിനെ എങ്ങനെ മാറ്റി എന്ന പ്രൊപ്പഗാൻഡയെ പറ്റി കൃത്യമായി തന്നെ പറയേണ്ടതുണ്ട്. അനാശാസ്യകരമായ സാമൂഹിക ഇടപെടലുകളിൽ നിന്നും വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സുരക്ഷിതവും വിശുദ്ധവുമായ സ്ഥലം എന്ന നിലയിലാണ് വീടിനെ സംബന്ധിച്ച അല്ലെങ്കിൽ കുടുംബത്തെ സംബന്ധിച്ച നമ്മുടെ പൊതുബോധം. വീട് വിശുദ്ധവും വീടിന് പുറത്തുള്ള സമൂഹം മോശവും എന്നതാണ് കാലാകാലങ്ങളായിട്ടുള്ള ഇതിൻ്റെ ഒരു പൊതു നരേറ്റീവ്. അതുകൊണ്ട് തന്നെ പൊതുയിടത്തിൽ പ്രവർത്തിക്കുന്ന ഹിറ്റ്ലർക്ക് ലഭിക്കാത്ത ഇമ്മ്യൂണിറ്റി സ്വന്തം വീടിനുള്ളിൽ കുട്ടികളുമായി സമയം ചെലവിടുന്ന പിതാവായ ഹിറ്റ്ലർക്ക് ലഭിക്കും. പാർലമെന്റിൽ ഇരിക്കുന്ന ഹിറ്റ്ലർക്ക് ലഭിക്കാത്ത പരിഗണന ആരാധനാലയത്തിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഹിറ്റ്ലർക്ക് ലഭിച്ചേക്കാം. വീട്, വിശ്വാസം, പേഴ്സണൽ സ്പേസ് ഇവയ്ക്കെല്ലാം സമൂഹത്തിൽ വിമർശനാതീതമായ ഒരു ഇമ്മ്യൂണിറ്റിയുണ്ട്. ഇത്തരം ഇമ്മ്യൂണിറ്റികളെ ഉപയോഗിച്ച് നടത്തുന്ന പ്രതിച്ഛായ നിർമ്മാണത്തിനെ പൊതുവിൽ വിളിക്കുന്ന ആ പ്രൊപ്പഗാൻഡയെ വിളിക്കുന്ന പേരാണ് ഹ്യൂമനൈസേഷൻ. ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്നല്ലേ? തൻ്റെ ജീവിതകാലം മുഴുവൻ രാഷ്ട്രീയക്കാരനായിരുന്ന ജനപ്രതിനിധിയും മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിൻ്റെ മരണശേഷം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഈ ഹ്യൂമനൈസേഷൻ പ്രൊപ്പഗാൻഡയ്ക്ക് വിധേയമാക്കുന്നതായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രൊപ്പഗാൻഡയുടെ മൂർച്ച അവരിങ്ങനെ കൂട്ടി കൊണ്ടുവരുന്ന കണ്ടപ്പോഴാണ് ഈ വീഡിയോ ചെയ്യാം എന്ന തീരുമാനം ഞാൻ എടുത്തത്. ജീവിതകാലം മുഴുവനും രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന ഒരാളുടെ പൊതുമണ്ഡലത്തിലെ ചിത്രങ്ങൾക്ക് പകരം പുറം തിരിഞ്ഞു നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഉമ്മൻചാണ്ടി ചിത്രങ്ങൾ നിങ്ങൾ കൂടുതൽ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? രാഷ്ട്രീയ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി നടത്തിയ രാഷ്ട്രീയ പ്രസംഗങ്ങൾക്ക് പകരം അദ്ദേഹത്തിൻ്റെ കല്ലറ കഥകൾ കൂടുതൽ കേൾക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവിടെയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ ഫോട്ടോ ആൽബവും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ബന്ധം. ചുരുക്കത്തിൽ പൊതുപ്രവർത്തകർ പൊതുപ്രവർത്തനത്തിൻ്റെ മെഷർമെൻറ്റ് ടൂളിൽ അളക്കപ്പെടാതെ കുടുംബനാഥൻ എന്ന നിലയിലോ വിശ്വാസി എന്ന നിലയിലോ ഒക്കെ അളക്കപ്പെടാനും വസ്തുതകൾ മറച്ചുവെക്കാനും ഇമേജുകൾ അപനിർമ്മിക്കാനുമാണ് ഇത്തരത്തിലുള്ള പ്രൊപ്പഗാൻഡകൾ ഉപയോഗിക്കുന്നത്. നിലവിൽ നടക്കുന്ന ഈ പ്രൊപ്പഗാൻഡയ്ക്കുമപ്പുറം യഥാർത്ഥത്തിൽ ആരായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എന്നും എങ്ങനെയായിരുന്നു അന്നത്തെ UDF ഭരണകാലമെന്നും തെളിവുകൾ നിരത്തി വസ്തുതാപരമായി വിലയിരുത്താനാണ് ഈ വീഡിയോ ഇനി ശ്രമിക്കുന്നത്. തുറന്നു പറഞ്ഞാൽ കേരളം കണ്ട മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും മോശം മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. കേരള സംസ്ഥാനം കണ്ട മന്ത്രിസഭകളിൽ ഏറ്റവും മോശം മന്ത്രിസഭകളിൽ ഒന്നായിരുന്നു 2011-16 കാലഘട്ടത്തിലെ UDF ഗവൺമെന്റ്. ശ്രീ ഉമ്മൻചാണ്ടിക്ക് നല്ലൊരളവിൽ ജനപ്രീതി ഉണ്ടാക്കി കൊടുത്ത ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നടത്തിയ ജനസമ്പർക്കം എന്ന പരിപാടിയായിരുന്നു. ദുരിതം നേരിടുന്ന പാവപ്പെട്ടവരെയും രോഗികളെയുമെല്ലാം സ്ട്രെച്ചറിലും ആംബുലൻസിലും ഒക്കെയായി ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് വിളിച്ചു വരുത്തി ആ രോഗികൾക്ക് അവിടെ വെച്ച് ഓൺ ദ സ്പോട്ടിൽ ഒരു കരുണാമയനെ പോലെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുക എന്നതായിരുന്നു അതിൻ്റെ ഒരു രീതി. ജനസമ്പർക്ക പരിപാടിയാണ് ശ്രീ ഉമ്മൻചാണ്ടിക്ക് വലിയൊരളവിൽ ജനപ്രീതി ഉണ്ടാക്കി കൊടുത്തത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ഈ പരിപാടിയുടെ യഥാർത്ഥ ഒരു പൊള്ളത്തരം മനസ്സിലാവണമെങ്കിൽ ഈ കണക്കുകൾ കാണണം. 2018 നിയമസഭയിൽ വന്ന ചോദ്യമാണ് ചോദിച്ചത് ശ്രീ M. നൗഷാദ്. മുൻ സർക്കാരിന്റെ കാലത്ത് ഈ ജനസമ്പർക്ക പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് എത്ര തുക ഖജനാവിൽ നിന്നും ചെലവഴിച്ചിട്ടുണ്ട്? ഇതാണ് ഉത്തരം. ഇങ്ങനെ ഇത് സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്കത് കൂട്ടി നോക്കാൻ വലിയ പാടാവും എന്നുള്ളതുകൊണ്ട് തന്നെ ഞാനിത് കൂട്ടി നോക്കി വെച്ചിട്ടുണ്ട്. ജില്ലാ കേന്ദ്രങ്ങളിലെ ചിലവും PRDയുടെയും CDTന്റെയും IT വകുപ്പിന്റെയും ഒക്കെ ആകെ കൂടെ ചേർത്ത് ജനസമ്പർക്ക പരിപാടി നടത്താൻ വേണ്ടി മാത്രം ചിലവായ തുക 23,03,42,000 രൂപ. ഈ 23 കോടിയിലധികം രൂപ ചെലവാക്കി നടത്തിയ ഈ ജനസമ്പർക്ക പരിപാടി ആകെ മൊത്തത്തിൽ എത്ര രൂപയുടെ സഹായം ആളുകൾക്ക് കൊടുത്തു എന്നറിയണ്ടേ? നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം. മുൻ സർക്കാരിന്റെ കാലത്ത് ജനസമ്പർക്ക പരിപാടി നടത്തിയിട്ടുണ്ടോ? എത്ര പരാതി കിട്ടി? എത്ര രൂപയുടെ
പരാതികളിൽ എത്ര രൂപയുടെ സഹായം ജനങ്ങൾക്ക് ചെയ്തു? ഇതാണ് ഉത്തരം. 242 കോടിയുടെ ധനസഹായമാണ് ചെയ്തത്. അതായത് 23 കോടി രൂപ ചെലവാക്കി 242 കോടിയുടെ ധനസഹായം. തീർന്നില്ല. ഇതിലെ പൊള്ളത്തരം ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഇനിയുള്ളത് നിങ്ങൾ കേൾക്കണം, കാണണം. 23 കോടി രൂപ ചെലവാക്കി തന്റെ PR-ന് വേണ്ടി മാത്രം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് നടത്തിയ ഈ ജനസമ്പർക്കത്തിൽ അനുവദിച്ച സഹായം 242 കോടി രൂപയാണെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിന് തൊട്ട് പുറകെ വന്ന LDF സർക്കാർ ചികിത്സാ സഹായം മാത്രമായി നൽകിയത് 918.95 കോടി രൂപയാണ്. CMDRF-ൽ നിന്നും ശ്രീ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ആകെ വിനിയോഗിച്ചത് 808.78 കോടിയാണെങ്കിൽ LDF സർക്കാർ വിനിയോഗിച്ചത് 5715.92 കോടി. ഏതാണ്ട് 8 ഇരട്ടിയിലധികം തുക. ജനപ്രീതി ഉണ്ടാക്കിയെടുത്ത ജനസമ്പർക്കത്തിന്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമുക്കിനി അടുത്ത വിഷയത്തിലേക്ക് പോവാം. പച്ചക്കള്ളം പറയാൻ മടിയില്ലാത്തൊരു നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എന്ന് ഞാൻ പറഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് പലരും എന്നെ തെറി വിളിച്ചേക്കാം. ഇത് 2016 ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഒരു പത്രസമ്മേളനമാണ്. ISRO ചാരക്കേസും പിന്നെ ശ്രീ കെ കരുണാകരൻ രാജിവെച്ചതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങളൊക്കെ മാധ്യമങ്ങളിലുള്ളതല്ലേ. നിങ്ങൾ അന്നത്തെ കാലത്ത് ഏതെങ്കിലും എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ചാരക്കേസ് സംബന്ധിച്ച് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ നിങ്ങളൊന്നും എടുത്തില്ല. കേട്ടല്ലോ, ചാരക്കേസും കരുണാകരൻ രാജിവെച്ചതും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും താൻ കരുണാകരനെ അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല എന്നാണ് ഇപ്പൊ ഉമ്മൻചാണ്ടി പറഞ്ഞത്. മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരനെ ചാരമുഖ്യൻ എന്ന മുദ്രകുത്തി കേരളം മുഴുവൻ പ്രചരണം നടത്തി അവസാനം രാജിവെപ്പിച്ച സംഘത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. കരുണാകരനെ കുറ്റപ്പെടുത്തി താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോൾ നിങ്ങൾ കുറച്ച് മുമ്പ് കേട്ടില്ലേ? ഇതേ ഉമ്മൻചാണ്ടി ചാരക്കേസ് സമയത്ത് ഏഷ്യാനെറ്റിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞതുകൂടെ നമുക്ക് കേൾക്കാം. ഹൈക്കോടതി വിധി മൂലം കോൺഗ്രസിനും മുന്നണിക്കും ഗവൺമെന്റിനും വിശ്വസനീയത വളരെയധികം ചോർന്ന് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കും. അതിൻ്റെ ഉത്തരവാദി മുഖ്യമന്ത്രി തന്നെയാണ്. തന്നിഷ്ടപ്രകാരം ചെയ്ത നടപടികളാണ് ഇത്ര ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ പാർട്ടിയെയും ഗവൺമെന്റിനെയും കൊണ്ടെത്തിച്ചിരിക്കുന്നത്. കേട്ടല്ലോ, എത്ര മടിയില്ലാതെയാണ് അദ്ദേഹം ഈ നുണ പറഞ്ഞത്. കരുണാകരനെ കുറ്റപ്പെടുത്തിയില്ലത്രേ. അതും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. അന്ന് ചാനലുകളോ എന്നാ പിന്നെ എന്നെ കൂടെ ഒന്ന് കാണിക്കും കേട്ടോ. ശരി, അന്ന് അതായത് 1995 ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നില്ലെന്നായിരുന്നു ഇപ്പൊ പറഞ്ഞ ഈ നുണ. അന്നുണ്ടായിരുന്നില്ല എന്ന് ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞ അതേ ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോയിൽ പോയി ഉമ്മൻചാണ്ടി തന്നെ കൊടുത്ത അഭിമുഖത്തിന്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. എജ്ജാതി നുണ. ഇതുപോലുള്ള കളവുകൾ എക്സ്പോസ്ഡ് ആവാതിരിക്കാൻ നുണപരിശോധനയിൽ നിന്നും തടി തപ്പിയ ഉമ്മൻചാണ്ടിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നുണപരിശോധനയ്ക്ക് തയ്യാറല്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ മൊഴി നൽകി. ജുഡീഷ്യൽ കമ്മീഷനിൽ ബിജു രാധാകൃഷ്ണന്റെ അഭിഭാഷകന്റെ ചോദ്യം ഇങ്ങനെ: ബിജു രാധാകൃഷ്ണൻ നുണപരിശോധനയ്ക്ക് തയ്യാറാണ്. സത്യം തെളിയിക്കാൻ മുഖ്യമന്ത്രി അത്തരമൊരു നുണപരിശോധനയ്ക്ക് തയ്യാറുണ്ടോ? ഈ നുണപരിശോധനയ്ക്ക് സമ്മതിക്കാതിരിക്കാൻ അദ്ദേഹം മുന്നോട്ട് വെച്ച കാരണമായിരുന്നു അതിലും കോമഡി. തെറ്റ് ചെയ്തു എന്നുള്ള ബോധ്യം നമുക്കില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് ഒരാൾക്ക് പോലും സംശയമില്ല. പിന്നെ എന്തിനാ? അതായത് പുള്ളി തെറ്റും ചെയ്തിട്ടില്ലെന്ന് പുള്ളിക്ക് അറിയാം. അതുകൊണ്ട് പുള്ളി നുണപരിശോധനയ്ക്കില്ലാന്ന്. വർഗീയതയോട് പരസ്യമായി തന്നെ സഹകരിച്ച കോൺഗ്രസ് നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. 2003 മാറാട് കലാപത്തിന് ശേഷം വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവായിരുന്ന പ്രവീൺ തൊഗാഡിയ കോഴിക്കോട്ടത്തിൽ നടത്തിയ പ്രസംഗം അങ്ങേയറ്റം വർഗീയത നിറഞ്ഞതായിരുന്നു. പോലീസ് അന്ന് തൊഗാഡിയക്കെതിരെ കേസെടുത്തു. എന്നാൽ ആ കേസ് 2014 കുമ്മനം രാജശേഖരന്റെ അഭ്യർത്ഥനയെ തുടർന്ന് പിൻവലിച്ച ആളിന്റെ പേരാണ് ശ്രീ ഉമ്മൻചാണ്ടി. MG കോളേജ് ആക്രമണ കേസ് എന്നറിയപ്പെടുന്ന ഒരു കേസുണ്ട്. ബോംബും മറ്റ് മാരകായുധങ്ങളുമായി പോലീസുകാരെ ആക്രമിച്ച ഒരു കേസാണിത്. കേസിലെ പ്രതികൾ 17 പേർ RSS പ്രവർത്തകരായിരുന്നു. ആ കേസും പിൻവലിച്ച മുഖ്യമന്ത്രിയുടെ പേരായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. മാനുഷിക പരിഗണന വെച്ചാണ് 17 RSSകാർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കുന്നത് എന്നായിരുന്നു അന്നത്തെ ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. ഇതൊന്നുമായിരുന്നില്ല ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു ക്യാച്ച്. ഒന്നാം പ്രതി തന്റെ സുഹൃത്തിന്റെ മകനാണെന്നും അവനെയും കൂടെയുള്ള ബാക്കി 17 RSSകാരെയും വെറുതെ വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്ത UDF MLA പേര് ജനഗണമംഗള ഫെയിം പാലോട് രവി. ഉമ്മൻചാണ്ടിയുടെയും UDF സർക്കാരിന്റെയും ഭരണം അന്ന് അങ്ങനെയൊക്കെയായിരുന്നു. വർഗീയതയോട് പലപ്പോഴും സഹകരിച്ച ലീഡർ കെ കരുണാകരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ കുതികാൽ തന്നെ നോക്കി വെട്ടിയ നിരവധിയായ അഴിമതി ആരോപണങ്ങളിൽ പ്രതിയായിരുന്ന ഒരു മടിയും കൂടാതെ കളവ് പറഞ്ഞിരുന്ന ഉമ്മൻചാണ്ടിയെ പുണ്യാളനാക്കി പ്രഖ്യാപിക്കണം എന്നതായിരുന്നു UDF പ്രസ്തുത കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന പിന്നെയുള്ള നെറേറ്റീവ്. ഇത് അതിശയോക്തി പറയുന്നതല്ല, സീരിയസ് ആയിട്ട് തന്നെ അവർ പറഞ്ഞതാണ്. 2 പേര് വിളിച്ചിട്ട് ചോദിച്ചു,
നിങ്ങൾ പ്രതിപക്ഷ നേതാവല്ലേ, നിങ്ങൾ ഈ തിരുമേനിമാരോടൊക്കെ ഒന്ന് പറഞ്ഞു എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി സാറിനെ ഒരു പുണ്യാളനായിട്ട് പ്രഖ്യാപിക്കണം എന്നോ. ശ്രീ വി ഡി സതീശൻ മാത്രമല്ല പല പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളും മുൻപ് സൂചിപ്പിച്ചതുപോലെ വ്യക്തിയുടെ സ്വകാര്യതയായ പേഴ്സണൽ സ്പേസ് ആയ മതം, വിശ്വാസം എന്നിവ ഉപയോഗിച്ചുള്ള പ്രൊപ്പഗൻഡയ്ക്ക് അന്നു മുതൽ നേതൃത്വം നൽകി. ഉമ്മൻചാണ്ടിയെ വിശുദ്ധനായി ഞാൻ കാണുന്നു, ഉമ്മൻചാണ്ടിയെ പുണ്യാളനായി ഞാൻ കാണുന്നു. ഈ പുണ്യാളൻ പ്രൊപ്പഗൻഡയ്ക്ക് തുടക്കമിട്ട ഇതേ വി ഡി സതീശൻ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സർക്കാരിനെ പറ്റി പറഞ്ഞ അഭിപ്രായം എന്താണെന്ന് കേൾക്കണ്ടേ? ഞാൻ അഴിമതിക്കെതിരെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എത്ര ലളിതമായ വാക്കുകളിലൂടെയാണ് പറഞ്ഞത്. അഴിമതിയുടെ നിഴലിലാണ് ഈ സർക്കാർ എന്നാണ് ഞാൻ ആക്ഷേപിച്ചത്. ശ്രീ എ കെ ആന്റണി എന്താ പറഞ്ഞത്? ശ്രീ എ കെ ആന്റണിയുടെ അഭിപ്രായം നമുക്ക് ഇനി കേൾക്കാം. എല്ലാ മേഖലയിലും അഴിമതി ഇന്ന് കൂടുതലുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്കും മറിച്ചൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. താരതമ്യേന അഴിമതി കേരളത്തിൽ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾ മാത്രമായിരുന്നില്ല, CAGയും കോടതികളുമെല്ലാം വളരെ രൂക്ഷമായാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അഴിമതിക്കും കെടുകാര്യസ്ഥയ്ക്കുമെതിരെയൊക്കെ നിലപാടെടുത്തത്. പക്ഷേ ഒരു കാര്യത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം വളരെ കുശാഗ്ര ബുദ്ധിയുള്ള നേതാവായിരുന്നു. കെടുകാര്യസ്ഥതയും അഴിമതിയും നിറഞ്ഞു നിൽക്കുമ്പോഴും ചോദ്യങ്ങളിൽ നിന്നൊക്കെ വഴുതി മാറി രക്ഷപ്പെടാൻ അദ്ദേഹത്തിനൊരു അസാമാന്യമായ മെയ്വഴക്കമായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു അഴിമതി കേസിൽ ഫോൺ കോൾ രേഖകൾ പരിശോധിക്കാൻ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥനോ കമ്മീഷനോ തീരുമാനിച്ചു വിചാരിക്കുക. പക്ഷേ ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്ത് അതൊന്നും നടക്കൂല. കാരണം ഉമ്മൻചാണ്ടി സാറിന് ഫോൺ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കൂടെയുള്ള ആളുകളുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു എല്ലാ തരത്തിലുള്ള ഇടപാടുകളും നടത്തിയിരുന്നത്. ഈ കുശാഗ്ര ബുദ്ധിയുടെ മറ്റൊരു ഉദാഹരണമാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഏത് ക്യാമറ വേണേലും പരിശോധിക്കാൻ അവസരം തന്നേക്കാം. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോ എൻ്റെ ഓഫീസിനെ സംബന്ധിച്ചോ ഇനി എന്തെങ്കിലും വന്നാൽ ഏത് ക്യാമറയിലെയും വിവരങ്ങൾ നിങ്ങൾക്ക് തരാനും തയ്യാറാണ്. ഏത് ദിവസത്തെ, എവിടുത്തെ, ഏതെല്ലാം സ്ഥലത്തെ ക്യാമറ നോക്കണോ നോക്കിക്കോ. ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലെ 2 ജീവനക്കാരെ കൈക്കൂലി വാങ്ങിയതിന് പിടിക്കപ്പെട്ട് അവസാനം അവരെ പുറത്താക്കിയതിനു ശേഷം ഉമ്മൻചാണ്ടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ ഒരു പ്രതികരണമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എൻ്റെ ഓഫീസ് സുതാര്യമാണ്, CCTV ദൃശ്യങ്ങളൊക്കെ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം എന്നാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. തൊട്ടടുത്ത വർഷം ഉമ്മൻചാണ്ടിയുടെ ഓഫീസിനെ സംബന്ധിച്ച് തന്നെ മറ്റൊരു അഴിമതി ആരോപണം ഉയർന്നു വന്ന സമയത്ത് ഈ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കണം എന്ന തരത്തിലുള്ള ആവശ്യം പൊതുവിൽ ഉയർന്നു വന്നു. അപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞ മറുപടി കൂടെ നിങ്ങൾ കാണുക. CCTV ദൃശ്യങ്ങൾ അത് പ്രസിദ്ധീകരിച്ചുകൂടെ? അത് ചില സ്ഥലത്തത് ഒരാഴ്ച, ചില സ്ഥലത്തത് 14 ദിവസം, അത്രയും സമയത്തേക്കുള്ളത് റെക്കോർഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ അത് താനെ ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറിക്കൊണ്ട് ഇരിക്കും. ആരെന്തു പറഞ്ഞാലും ഇതായിരുന്നു ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പൊളിറ്റിക്സ്. ഇതൊക്കെയായിരുന്നു അന്നത്തെ UDF ഭരണകാലം. ഇതേ ഉമ്മൻചാണ്ടി സ്കൂളിൽ പഠിച്ചിറങ്ങി ഒടുക്കം ഉമ്മൻചാണ്ടിക്കിട്ട് തന്നെ പണി കൊടുത്ത് നിലവിൽ MP ആയി തുടരുന്ന ഒരാൾ ഈ ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പൊളിറ്റിക്സിന്റെ ഹെഡ്മാഷ് ആണെന്നാണ് പാണന്മാർ പലരും പാടി നടക്കുന്നത്. പൊതുപ്രവർത്തകനായിരുന്ന ഉമ്മൻചാണ്ടിയെ പൊതുയിടത്തിൽ നിന്നും അടർത്തി മാറ്റി കല്ലറയിലേക്കും പുണ്യാളൻ ഫിഗറിലേക്കും പുറംതിരിഞ്ഞു നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ടൈപ്പ് ഫോട്ടോകളിലേക്കുമെല്ലാം മാറ്റി പ്രതിഷ്ഠിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നാസികൾ ഉൾപ്പെടെ പരീക്ഷിച്ച് വിജയിച്ച അതേ പ്രൊപ്പഗാൻഡയുടെ രീതിയിലാണ്. അവസാനമായി ആരൊക്കെ എങ്ങനെയൊക്കെ ഹ്യൂമനൈസേഷൻ പോലുള്ള പ്രൊപ്പഗാൻഡകൾ ഇറക്കി നോക്കിയാലും ചരിത്രമായി തന്നെ അവശേഷിക്കും. കാലം എത്ര കഴിഞ്ഞാലും പൊതുപ്രവർത്തകർ പൊതുയിടത്തിൽ വെച്ച് തന്നെ അളക്കപ്പെടും, വിലയിരുത്തപ്പെടും, വിമർശിക്കപ്പെടും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.